നമസ്തേ, ഞാൻ ജയകുമാർ പരമേശ്വരൻ. നമുക്ക് ആരാധനയിൽ ഒത്തിരിയധികം വ്യത്യസ്തങ്ങളായ മൂർത്തികളുണ്ട്. ഓരോ ദേവനും ഓരോ മന്ത്രങ്ങളുമുണ്ട്. അതിൽ ഓരോ മന്ത്രങ്ങൾ ജപിച്ചാൽ ഉണ്ടാവുന്ന ഫലത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള മഹാസുദർശന മന്ത്രം ജപിച്ചാൽ എന്താണ് നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് നോക്കാം. മഹാസുദർശന മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ സർവ്വ ദുരിതങ്ങളും നീങ്ങും. അതോടൊപ്പം തന്നെ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ശത്രുദോഷങ്ങളും ശത്രുപീഡകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാകുകയും ചെയ്യും. ദുർബുദ്ധി ഇല്ലാതായി സദ്ബുദ്ധി ഉണ്ടാകും. അങ്ങനെയുള്ള ഫലങ്ങളാണ് മഹാസുദർശന മന്ത്രം ജപിച്ചാൽ നമുക്കുണ്ടാകുന്നത്. മഹാസുദർശന മന്ത്രം എന്താണെന്ന് വെച്ചാൽ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഹും ഫട്ട് സ്വാഹ. മന്ത്രം ഒന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഹും ഫട്ട് സ്വാഹ. ഇതാണ് മഹാസുദർശന മന്ത്രം എന്ന് പറയുന്നത്. ഇതിന് ഛന്ദസ്സുണ്ട്. ഛന്ദസ് നസിച്ചതിന് ശേഷം വേണം ഈ മന്ത്രം ജപിക്കാനായിട്ട്. അഹിർബുദ്ധിന്യ ഋഷി അത്യനിഷ്ഠിപ് ഛന്ദ മഹാസുദർശനോ ദേവത എന്നുള്ളതാണ് ഇതിൻ്റെ ഛന്ദസ്. മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഛന്ദസ് നസിക്കണം. ശേഷം മന്ത്രം ജപിക്കുക. ജപിച്ചതിന് ശേഷവും ഛന്ദസ് നസിക്കേണ്ടതാണ്. പൊതുവേ മന്ത്രം ജപിച്ചാൽ ഇതൊക്കെയാണ് ഫലം എങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് നമ്മൾ ഒരു വ്യക്തമായ കാര്യത്തെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ജപിച്ചാൽ അതിന് അതിൻ്റേതായ ഫലം കൂടെ ഉണ്ടാകും. നന്ദി, നമസ്തേ.